ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഡ്രീം ഡ്രൈവ്. ഡ്രീം ഡ്രൈവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു മനുഷ്യൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഉറപ്പായും അദ്ദേഹത്തിൻ്റെ വീടായിരിക്കും. പക്ഷേ സെക്കൻഡ് കോസ്റ്റ്ലിയർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ വാഹനം തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് ആണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം. പ്രോപ്പർ മെയിൻ്റനൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂവൽ എഫിഷ്യൻസി, വാഹനത്തിൻ്റെ ലൈഫ് തുടങ്ങി ഒട്ടേറെ അഡ്വാൻറ്റേജസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇന്ന് ഡ്രീം ഡ്രൈവ് എത്തി നിൽക്കുന്നത് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെയാണ്. തിരുവനന്തപുരത്തെ കാർ കാർഡിയാക് കെയറിലാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഷോ. നേരത്തെ പറഞ്ഞതുപോലെ കാർ കാർഡിയാക് കെയറിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ഡ്രീം ഡ്രൈവിൻ്റെ എപ്പിസോഡിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇവർ ഈ കാർ കാർഡിയാക്കിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ എന്താണെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് കാർ കാർഡിയാക് കെയറിൻ്റെ MD ശ്രീ പ്രഭാകരൻ സാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാറിനെ വെൽക്കം ചെയ്യാം. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സർ, ആദ്യം തന്നെ എന്താണ് കാർ കാർഡിയാക് കെയർ? നിങ്ങളുടെ ഇവിടെ എന്ത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്? അതിനെക്കുറിച്ചൊരു ജനറൽ ആയിട്ടൊരു ഐഡിയ പ്രേക്ഷകർക്ക് ഒന്ന് കൊടുക്കാം. കാർ കാർഡിയാക് കെയർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഹൃദയമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം. ഹൃദയം നല്ലവണ്ണം പ്രവർത്തിച്ചാൽ മാത്രമേ മനുഷ്യ ശരീരം കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അതുപോലെയാണ് വാഹനത്തിൻ്റെ എൻജിൻ, അതിൻ്റെ കമ്പഷൻ ചേമ്പർ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹൃദയവുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു മെസ്സേജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കറക്റ്റായിട്ട് എക്സസൈസും ചെയ്ത് കറക്റ്റായിട്ട് ആഹാരവും കഴിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് കൂടുതൽ ലൈഫ് കിട്ടും. അപ്പോൾ അതേപോലെ വാഹന എഞ്ചിനകത്ത് നമ്മൾ കെമിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ടുള്ളൊരു കൺവെർഷനാണ് അതിനകത്ത് നടത്തുന്നത്. അപ്പോൾ ഫ്യൂവൽ, അത് പെട്രോളോ ഡീസലോ ആയാൽ തന്നെയും അതിൻ്റെ 14.1 അല്ലെങ്കിൽ 14.7 ഇരട്ടി എയറും കൂടി കിട്ടിയാൽ മാത്രമേ ആ ഫ്യൂവൽ കംപ്ലീറ്റ് ബേണായി നമുക്ക് ആ വാഹനത്തിന് ആവശ്യമായ എനർജി കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും സാധനം മാത്രം കൊള്ളുന്നതിനുള്ളതാണ് ആ കമ്പഷൻ ചേമ്പർ. പക്ഷേ ഫ്യൂവലിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് അത് കത്തുമ്പോൾ അതിൻ്റെ കുറച്ച് കാർബൺ അവിടെ അടിഞ്ഞുകൂടും. ഈ കാർബൺ അടിഞ്ഞുകൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇതിനകത്തേക്ക് എയർ കയറാതെ വരും. എയർ കയറാതെ വന്നാൽ പ്രൊപ്പോർഷണലി അത്രയും ഫ്യൂവൽ നമുക്ക് ബേൺ ചെയ്യാതെ വരും. അപ്പോൾ നമുക്ക് അത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും. നമ്മൾ വലിയ വില കൊടുത്താണ് ഫ്യൂവൽ വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് നഷ്ടവും ഉണ്ടാക്കും. അത് മാത്രമല്ല, ഈ എനർജി, ഈ ഫ്യൂവൽ മുഴുവൻ കത്തിയുള്ള എനർജി കൊണ്ടാണ് ആ വാഹനം ഓടേണ്ടത്. അപ്പോൾ നമുക്ക് രക്തം കുറഞ്ഞാൽ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ എങ്ങനെയാണോ ബാധിക്കുന്നത്, അതുപോലെ അവിടെ എനർജി കുറയുമ്പോൾ വാഹനത്തിൻ്റെ മൂവ്മെൻറ്റും കുറയും. അപ്പോൾ അത് എൻജിന് സ്ട്രഗിൾ ഉണ്ടാക്കും. അപ്പോൾ അത് സൗണ്ട് കൂട്ടും, അതിന് വിറയലുണ്ടാകും, അതിൻ്റെ ഗ്യാസ്കറ്റൊക്കെ പോകും. അപ്പോൾ എൻജിൻ്റെ ലൈഫ് കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കാർ കാർഡിയാക് കെയർ എന്ന് പേരിട്ടത്. ഇതൊരു പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആണ്, അത്യാവശ്യം വേണ്ടതുമാണ്. അപ്പോൾ POH ടെക്നോളജി എന്നാണ് സാർ ഇതിനെ പറയേണ്ടത്. അപ്പോൾ എന്താണ് ഈ POH ടെക്നോളജി? ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? POH ടെക്നോളജി എന്ന് പറഞ്ഞാൽ പ്യുവർ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ടെക്നോളജി. ഹൈഡ്രജൻ എന്ന് പറയുന്നത് അതിനെ ബ്രൗൺ ഗ്യാസ് എന്നാണ് പറയുന്നത്. അതായത് കാർബണിനെ ഇതിന് ബേൺ ചെയ്യാനായിട്ടുള്ള ശേഷിയുണ്ട്. അതിനെ മോളിക്യൂൾ തലത്തിൽ അതിനെ ബേൺ ചെയ്ത് കളയാനായിട്ടുള്ള ശേഷിയുള്ള ഒരു വാതകമാണ് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിവൈൻ ഗ്യാസ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ വെള്ളത്തിനെ ഇലക്ട്രോലൈസ് ചെയ്ത് അതിൽ നിന്ന് 33 and 66 അങ്ങനെ ഇതും കൂടി വരും. അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷനിൽ ഓക്സിജനും ഹൈഡ്രജനും കൂടി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ വാഹന എഞ്ചിനകത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് പ്യുവറായിട്ടുള്ള ഓക്സിജനും ഹൈഡ്രജനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളത്തിനെ ഇലക്ട്രോലൈസ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഹൈലി എക്സ്പ്ലോസീവാണ്. പിന്നെ ഈ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അതിനെ കത്താൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് സിലിണ്ടറിൽ കൊണ്ടുവച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് നമുക്കത് അത്രയും പ്യുവറായിട്ട് കിട്ടില്ല. രണ്ട്, അത് വളരെയേറെ അപകടങ്ങൾ വിളിച്ചു വരുത്തും. അതുമാത്രമല്ല, വാഹന എഞ്ചിനകത്ത് ഫയറിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസ് വെച്ചും കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതൊരു ജർമ്മൻ സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയും. അതായത് ഈ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് വാഹന എഞ്ചിൻ എന്ന് പറയുന്നത്. ഈ പിസ്റ്റണും സിലിണ്ടറും എന്നൊക്കെ നമ്മൾ ഈസി ആയിട്ട് പറയുമെങ്കിലും അതിനകത്തേക്ക് ഫ്യൂവൽ ചെല്ലണം, അതിനകത്തേക്ക് എയർ ചെല്ലണം, എന്നിട്ട് അത് പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്ന് ശകലം പോലും പ്രഷർ ലോസ് വരാൻ പാടില്ല. അപ്പോൾ ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പുതിയ സാധനം കൊടുത്ത് ഇതിനെ എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. മറ്റ് കെമിക്കലൊന്നും ഉപയോഗിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അഴിക്കുക
അഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ എഞ്ചിൻ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അതേ കണക്ക് ഫിറ്റ് ചെയ്യാനും കഴിയത്തില്ല. ഒരു വാഹനം നമ്മൾ വാങ്ങി അതിൻ്റെ ഞാൻ ഈ പറഞ്ഞ കമ്പഷൻ ചേമ്പർ നിർമ്മിച്ചിരിക്കുന്നത് ഒരു അലോയ് മെറ്റൽ കൊണ്ടാണ്. അപ്പോൾ ഒരു സിലിണ്ടറിനകത്തൊരു പിസ്റ്റൺ മൂവ് ആവണം. അപ്പോൾ അതിനെ നമുക്ക് മൈക്രോൺ, നമ്മളിപ്പോൾ മീറ്റർ ഒന്നും പറയാൻ പറ്റില്ല, അവിടെ മൈക്രോൺസ് ആണ് നമുക്ക് പറയാൻ പറ്റുക. നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന 40 മൈക്രോൺ ഉണ്ടെങ്കിൽ മനുഷ്യന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു മൈക്രോൺ മനുഷ്യന് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പിസ്റ്റണും സിലിണ്ടറും കൂടി മൂവ് ആവത്തുള്ളൂ. അപ്പോൾ പക്ഷേ ഈ ഗ്യാപ്പ് മതി പ്രഷറിന് വെളിയിൽ പോകാനായിട്ട്, കാരണം അത് ഗ്യാസ് ഫോമിലാണ്. അപ്പോൾ പ്രഷറിന് വെളിയിൽ പോകാനായിട്ട്. അപ്പോൾ ഒരു വാഹനം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി കുറച്ച് കിലോമീറ്റർ ആകുമ്പോൾ അവിടെ ഒരു ചെറിയ കാർബൺ സീൽ വന്നിട്ടാണ് ഈ വാഹനത്തിൻ്റെ നല്ല പെർഫോമൻസ് കിട്ടുന്നത്. അത് നമുക്ക് പറയാം ഒരു 5000 തൊട്ട് 10000 കിലോമീറ്ററിലായിരിക്കും ബെസ്റ്റ് പെർഫോമൻസ് കിട്ടുക. വീണ്ടും അതിനകത്ത് കാർബൺ വരാൻ തുടങ്ങും. ഈ കാർബൺ നമ്മുടെ എയർ ഇൻടേക്കിനെ കുറയ്ക്കും. അങ്ങനെ കുറച്ച് അപ്പോഴും നമുക്ക് മനസ്സിലാവില്ല, കാരണം നമുക്ക് 800 cc തൊട്ട് ഇവിടെ കാറ് തന്നെ 8000 cc വരെയുള്ള കാറുണ്ട്. അപ്പോൾ ഈ ഹൈ കപ്പാസിറ്റിയുള്ള എഞ്ചിനുള്ള വാഹനമാകുമ്പോൾ ഇതിൽ ചെറിയ പവർ ലോസും നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു വാഹനം വാങ്ങിയ ഒരു 10-30,000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ പവർ ഒന്ന് കുറഞ്ഞതായിട്ട്, ഇന്നലെ അത് 3ാമത്തെ ഗിയറിലാണ് അവിടെ പോയത്, പക്ഷേ ഇന്ന് അവിടെ 3ാമത്തെ ഗിയറിൽ പോകുന്നില്ലോ എന്നുള്ളൊരു തോന്നൽ ഡ്രൈവർക്ക് വരും. അന്ന് വിചാരിച്ചോണം ഇതിന് പ്രശ്നമുണ്ട്. ആ പ്രശ്നമെന്ന് പറയുന്നത് ഇതിനകത്ത് ഈ കാർബൺ ഉള്ളത് കൊണ്ടാണ്. അപ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് ഈ പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പ്രോസസ്സ് ചെയ്ത് ആ കാർബൺ അവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ഈ ലോസായ പെർഫോമൻസ് നമുക്ക് തിരിച്ചു വരും. അപ്പോൾ ഇതിന് നമ്മൾ ചിലവാക്കുന്ന പൈസ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്നാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻജിൻ്റെ ലൈഫ് കൂടും. ആ എൻജിന് അൺനെസറി വരേണ്ട ഒരു വൈബ്രേഷനോ ഒന്നും ഇതിന് വരില്ല. ഈ ഒരു പ്രശ്നം കൊണ്ട് വരുന്ന വൈബ്രേഷൻ ഒന്നും വരില്ല. പിന്നെ നമ്മൾ ഏറ്റവും വലിയ കാര്യം ചെയ്യുന്നത് നമ്മുടെ അടുത്ത തലമുറയോടും നമ്മുടെ തലമുറയോടും ഈ പൊല്യൂഷൻ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ഇത്തരുണത്തിൽ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ എല്ലാവരും ഇവിടെ ഇപ്പോൾ മാൻഡേറ്ററി ആയതുകൊണ്ട് സ്മോക്ക് ടെസ്റ്റിന് കൊണ്ടുപോകും വാഹനം. ഒരു ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കയ്യിലില്ലെങ്കിൽ ഫൈൻ അടിക്കും. അവരത്രയാണ് ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ ഞാൻ ഈ പറയുന്ന സംഭവമാണുള്ളത്. അതായത് നമ്മുടെ ഭാരത് സ്റ്റേജ് 2 തൊട്ടുള്ള വാഹനങ്ങളിൽ നമ്മുടെ ഗവൺമെൻറ് അതിൽ EGR എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ എന്ന് പറയുന്നൊരു വാൽവ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഔട്ട്ലെറ്റ് മാനിഫോൾഡിൽ വരുന്ന അൺബേൺഡ് ഫ്യൂവലിനെ ഒന്നുകൂടി സർക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്, അതിനകത്ത് കാർബൺ വരുന്നു. ആ കാർബൺ വരുമ്പോൾ അതിനകത്ത് എയർ കയറുന്ന കുറയുന്നു. അതുകൊണ്ട് അൺബേൺഡ് ഫ്യൂവൽ വരുന്നു. അതിനെയാണ് ഒന്നുകൂടി റീസർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സമയാസമയം നമ്മളിത് എടുത്ത് കളയുകയാണെങ്കിൽ നമ്മുടെ EGR വാൽവ് എല്ലാം വളരെ പെർഫെക്റ്റോടുകൂടി കുറേ കാലം അതിൻ്റെ ലൈഫ് കൂടും, പൊല്യൂഷനും കുറയും. ഇതാണ് ഇതുകൊണ്ടുള്ള നേട്ടം. അപ്പോൾ സാറ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറയണ്ടായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡെമോ കണ്ടാലോ? പ്രവർത്തനം നമുക്ക് കുറച്ചൊന്ന് പ്രാക്ടിക്കലായിട്ടൊന്ന് അല്ലേ, അതിൻ്റെ ഒരു ഡെമോ കണ്ടാൽ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് വാട്ടർ ഇലക്ട്രോലൈസറാണ് ഇതിൻ്റെ പ്രധാന ഘടകം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വാഹനത്തിനെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് വാഹനത്തിന് എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ലോഡ് വാല്യൂവും എയർ മാസ് ഇൻഡെക്സും ഒക്കെ നോക്കിയിട്ട് ഇതിനകത്ത് കാർബൺ എത്ര ഉണ്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ആ സ്മോക്ക് ടെസ്റ്റിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് തന്നെ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വാഹനം എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പം 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളുവെങ്കിൽ നമുക്ക് അത് 20 മിനിറ്റ് പ്രോസസ്സ് മതി. അതുപോലെ തന്നെ ഇതിൽ നിന്ന് കൊടുക്കുന്ന POH, പ്യുവർ ഓക്സിജനും ഹൈഡ്രജനും കൊടുക്കുന്ന അതിൻ്റെ ക്വാണ്ടിറ്റി ലിറ്റർ പെർ അവർ, അതും ഓരോ വാഹനത്തിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി, അതിൻ്റെ എഞ്ചിൻ്റെ കപ്പാസിറ്റി എത്ര അനുസരിച്ചിട്ടാണ് അത് കൊടുക്കുന്നത്. അതെല്ലാം വളരെ ടെക്നിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഓക്സിജനും ഹൈഡ്രജനും ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് കേട്ടും കൊണ്ട് നാളെ ഒരു ഹൈഡ്രജൻ സിലിണ്ടർ വെച്ചൊക്കെ ചെയ്താൽ അത് വാഹനത്തിന് കേടുണ്ടാക്കുന്നതല്ലാണ്ട് അത് ചെയ്യില്ല. ഇത് വളരെ കാലത്തെ റിസർച്ചും അതിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ഉണ്ടായിട്ട് വന്നിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അത് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ അത് നല്ലവണ്ണം ട്രെയിൻ ചെയ്ത സ്റ്റാഫ് തന്നെ ചെയ്യുകയും വേണം. ഇനി നമുക്ക് ഒരു വാഹനം പ്രോസസ്സ് ചെയ്ത് തന്നെ കാണിക്കാം. ഒരു പൊല്യൂഷൻ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ നമുക്ക് ഒരു വാഹനം പ്രോസസ്സ് ചെയ്യാം.
ഇപ്പോൾ നമുക്കൊരു മെഴ്സിഡസ് ബെൻസ് C200 മോഡൽ ഇവിടെ ഉണ്ട്. 2004 മോഡലാണ്, പെട്രോളാണ്, മാനുവൽ ഗിയറിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വാഹനം ഇപ്പോൾ നമ്മളിവിടെ സ്കാൻ ചെയ്യുകയാണ്. ഇപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ദിസ് വെഹിക്കിൾ ഈസ് നോട്ട് റെഡി ഫോർ എമിഷൻ ടെസ്റ്റിംഗ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ദിസ് വെഹിക്കിൾ ഈസ് നോട്ട് റെഡി ഫോർ എമിഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എമിഷൻ ഈ വാഹനത്തിന് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിനി ഒരു പൊല്യൂഷൻ ടെസ്റ്റും കൂടി എടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ POH പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാം. അപ്പോൾ നമ്മുടെ സ്കാനിങ്ങിന് ശേഷം നമുക്കത് എമിഷൻ ടെസ്റ്റ് ആയിട്ടില്ല എന്നത് കാണിച്ചു. ദിസ് വെഹിക്കിൾ ഈസ് നോട്ട് റെഡി ഫോർ എമിഷൻ ടെസ്റ്റിംഗ് എന്ന് കാണിച്ചു. നമ്മൾ എന്നാലും ഒന്നുകൂടി എമിഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എമിഷൻ ടെസ്റ്റ് റിസൾട്ട്. എമിഷൻ ടെസ്റ്റ് ഫെയിലായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് POH പ്രോസസ്സിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മെഴ്സിഡസ് ബെൻസിൻ്റെ POH പ്രോസസ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ഡേവിസ് ചേട്ടൻ ആയിട്ട് ഇതിനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അദ്ദേഹം ഒന്ന് ഓടിച്ച് നോക്കണം, ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്കാനിങ്ങും പൊല്യൂഷൻ ടെസ്റ്റും കൂടിയാണ് നമുക്കത് ചെയ്യാം. വണ്ടി ടെസ്റ്റിന് വേണ്ടി ആദ്യം കൊണ്ടുവന്ന സമയത്തിനേക്കാൾ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ നല്ല പെർഫോമൻസാണ് വാഹനത്തിന്. നല്ല പുള്ളിങ്ങാണ്, നല്ല പവറാണ്, സൈലൻ്റാണ്, എൻജിൻ ഭാഗം പക്ക ക്ലീനാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മെഴ്സിഡസ് ബെൻസിൻ്റെ POH പ്രോസസ്സ് കഴിഞ്ഞു. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. നമ്മുടെ കസ്റ്റമർ വളരെ ഹാപ്പിയാണ്, കാരണം അതിൻ്റെ പവർ വളരെയേറെ ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ അതിനെ സ്കാൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, നേരത്തെ ഇത് നമ്മുടെ കാൽക്കുലേറ്റഡ് ലോഡ് വാല്യൂ 18.43% ആയിരുന്നു. അതിവിടെ നമുക്ക് 8.24 അത് കുറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ എമിഷൻ ടെസ്റ്റ് ചെയ്തു. നിങ്ങൾക്കറിയാം, നേരത്തെ ഇത് ടെസ്റ്റ് ഫെയിലായിരുന്നു. കാരണം അപ്പോൾ ഇതിൻ്റെ CO 2.815 ആയിരുന്നു. ഇപ്പോൾ ഇത് പാസ്സായെന്ന് മാത്രമല്ല, അതിൻ്റെ കാർബൺ മോണോക്സൈഡ് 0.447 കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഇതിൻ്റെ HC ഹൈഡ്രോകാർബൺ നേരത്തെ 132 ആയിരുന്നു. അതിപ്പോൾ നമുക്ക് 28 കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആനുപാതികമായിട്ട് കാർബൺ ഡയോക്സൈഡിലും ഓക്സിജനിലും തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സക്സസ്ഫുള്ളി ആണ് നമുക്ക് POH ടെക്നോളജിയുടെ റിസൾട്ട് കാണിക്കുന്നത്. ഡ്രീം ഡ്രൈവിൻ്റെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് സെഗ്മെന്റ് ആണ് സെലിബ്രിറ്റി സെഗ്മെന്റ്. ഞാൻ ലൈസൻസ് എടുക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെയാണ്. പറവൂർ തന്നെ ശ്രീശക്തി എന്ന് പറയുന്ന ഡ്രൈവിംഗ് സ്കൂൾ, അത് ബാബു ആശാനാണ്. പുള്ളി വേറെ സ്കൂളിലെ പുള്ളി അതിൻ്റെ ട്രെയിനറായിരുന്നു. പക്ഷേ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങിയിട്ട് ആ ശ്രീശക്തിയിലാണ് ഞാൻ ലൈസൻസ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്നത്. അപ്പോൾ ഈ ബാബു ആശാൻ എന്ന് ഞാൻ ആശാനെന്ന് ബഹുമാനത്തിൽ വിളിക്കുമ്പോൾ തിരിച്ച് അദ്ദേഹം എന്നെ വിളിക്കുന്നത് വിനോദേട്ടനാണ്. കാരണം എന്നേക്കാൾ പ്രായം കുറവാണ്. പിന്നെ ഒരു കലാകാരനായതുകൊണ്ടും എന്നെ വലിയ ഇഷ്ടമാണ് പുള്ളിക്ക്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആശാൻ ഭയങ്കര ചൂടനാണ്. ഇപ്പോൾ പറവൂരിൽ തന്നെ ഏറ്റവും പ്രസിദ്ധനായ രാജു ആശാൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹം സ്നേഹവും ചൂടനാണെങ്കിൽ തന്നെയും അതോടൊപ്പം തന്നെ മറ്റ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആശാന്മാരൊക്കെ വലിയ ചൂടന്മാരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ആശാനും ഭയങ്കര ചൂടനാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചൂട് എന്നോട്
എന്തെങ്കിലും രീതിയിൽ അബദ്ധം പറ്റിയുമ്പോൾ ഈ പുള്ളി പറയുന്ന വഴക്കെന്ന് പറയുന്നത് വിനോദേട്ടൻ വിനോദേട്ടോ, അതിൽ മനസ്സിലാക്കിക്കോണം പുള്ളി എന്നെ ചീത്ത വിളിക്കണം എന്നുള്ളത്. കാരണം മറുത്തൊന്നും പറയാൻ പറ്റുന്നില്ല പുള്ളിക്ക്. പക്ഷേ രസകരമായിട്ട് ലൈസൻസ് നമുക്ക് എടുക്കാൻ സാധിച്ചു. പക്ഷേ ലൈസൻസ് എടുത്ത ദിവസം അത് ഒരിക്കലും ഞാനും മറക്കൂല, ആശാനും മറക്കൂല. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാപനം തുടങ്ങിയിട്ട് ആദ്യത്തെ ലൈസൻസ് എന്നിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ ആശാനുണ്ട്. കാരണം ഞാനിങ്ങനെ നിൽക്കുന്നു, ആശാനിങ്ങനെ സാധാരണ ഈ ഭാര്യമാരെ പ്രസവത്തിന് ലേബർ റൂമിലേക്ക് വരുമ്പോൾ പുറത്ത് ഭർത്താക്കന്മാരൊന്നും ടെൻഷൻ അടിക്കാറില്ല. എന്ന കൂട്ട് ആശാൻ ഇങ്ങനെ നിൽക്കുകയാണ് ടെൻഷൻ അടിച്ചിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ആശാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ ഒന്നുമില്ലാണ്ട് കിട്ടിയേക്കണേ. അതായത് കുട്ടിയെയും തള്ളയെയും നന്നായിട്ട് ഒരു പരിക്കില്ലാണ്ട് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന ഭർത്താക്കന്മാരെ പോലെ അത് ഒരു കുറ്റിയിലും തട്ടാതെ മുട്ടാതെ അപകടം സംഭവിക്കാതെ, അതായത് ലൈസൻസും കിട്ടണം, എൻ്റെ ആശാൻ്റെ ഭാവിയാണ്, ശ്രീശക്തിയുടെ ഭാവിയാണ് എൻ്റെ ഇരിക്കുന്നത്. അങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാണ് ആശാൻ നിന്നിരുന്നത്. പക്ഷേ സക്സസ് ആയി വന്നതിന് ശേഷം ഓടി വന്ന് സാധാരണ ഞാൻ അങ്ങോട്ട് അനുഗ്രഹം വിളിക്കുന്ന പകരം പുള്ളി എൻ്റെ കൈ പിടിച്ചിട്ട് താങ്ക് യു എന്ന് പറയുന്നൊരവസ്ഥയാണ്. ഒരുപക്ഷെ ലോകത്ത് ഒരു ആശാന്മാർക്കും ഒരു ശിഷ്യന്മാർക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായി കാണില്ല. വളരെ രസകരമായൊരു സംഭവമായിരുന്നു എൻ്റെ ലൈസൻസ് ദിവസം. ഷൂട്ടിംഗ് സമയത്തുള്ള രസകരമായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാമലീല സിനിമ, അരുൺ ഗോപിയുടെ ഫസ്റ്റ് മൂവി, മുളകുപാടൻ ഫിലിംസ്, ദിലീപേട്ടൻ ഹീറോ. അതിൽ ദിലീപേട്ടൻ രാമനുണ്ണി എന്ന് പറയുന്നൊരു കഥാപാത്രം. അപ്പോൾ രാമനുണ്ണിയുടെ ഡ്രൈവറായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ വണ്ടിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം അത്യാവശ്യം ഓടിച്ച് തെളിഞ്ഞൊരു സമയം. ഷൂട്ടിംഗ് സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമ തുടങ്ങി കുറച്ച് പറയുന്നുണ്ട്, ഇന്നത്തെ മീറ്റിങ്ങിലെ നിർണായകമായ ദിവസമാണ്, ഈ മീറ്റിംഗാണ് കേരളത്തെ മാറ്റിമറിക്കുന്നതെന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഡയലോഗിനെ പിന്നെ കാണിക്കുന്നത് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന ദിലീപേട്ടനാണ്. അപ്പോൾ ക്യാമറ ഒരു ഇൻഡിക്ക കാറിലാണ് ക്യാമറ സെറ്റ് ചെയ്തേക്കുന്നത്, ജിമ്മി ജിപ്പാണ് മുകളിൽ. അപ്പോൾ ഇങ്ങനെ കറങ്ങി വരും. ഫസ്റ്റ് നേരെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഞാൻ ഓടിക്കുന്നു, തൊട്ട് ഇപ്പുറത്തിരിക്കുന്ന ഷാജോൻ ചേട്ടനെ കാണാം. ഈ ക്യാമറ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ബാക്കിലൂടെ തിരിച്ച് ഫ്രണ്ടിലേക്ക് വരുന്നത് കൂടി ആ ഷോട്ട് തീരും, ഒറ്റ ഷോട്ടാണ്. അപ്പോൾ ജിമ്മി ജിപ്പ് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ തന്നെ ബാക്കിൽ കൂടിയും ഫ്രണ്ടിൽ കൂടിയും സാധാരണ വാഹനങ്ങൾ പോകുന്ന രീതിയിൽ തന്നെ അതും എല്ലാം ചാറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെൻഷൻ അതല്ല, ഒരു പ്രത്യേക ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തോണെങ്കിൽ പോകണമെങ്കിൽ സ്പീഡ് കുറഞ്ഞാൽ ജർക്കാവും, സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ മുകളിൽ 2 പേർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ 2 പേരുടെ ജീവൻ വിത്ത് ഇത്രയും വലിയ ക്യാമറ, ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ഷാജോൺ ചേട്ടൻ, ഞാൻ, വണ്ടി, ഈ ഇരുവശങ്ങളിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ, ഡയലോഗ് ഒറ്റ ടേക്ക്, ഞാൻ. രസകരമായ സംഭവമല്ല. സ്വാഭാവികമായിട്ടും ക്യാമറമാൻ ഷായി ചേട്ടനാണ്, അറിയാമല്ലോ, അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഒരു ടെൻഷനും തരാണ്ട് എന്നൊന്ന് ഫ്രീ ആക്കി വിട്ടു. നീ ടെൻഷൻ അടിക്കണ്ട, നീ ഫ്രീ ആയിക്കോ ഇങ്ങനെ പറഞ്ഞ് ശ്രദ്ധിക്കേണ്ടത്, ഈ ക്യാമറ റൈറ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് വണ്ടി എടുത്തിരിക്കണം. ക്യാമറ തിരിഞ്ഞ് ഈ ക്യാമറ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഈ കാർ നമ്മൾ റൈറ്റിലേക്ക് എടുത്തിരിക്കണം, എങ്കിൽ മാത്രമേ സ്പേസ് കിട്ടുള്ളൂ. ഏകദേശം എല്ലാം ഒറ്റ ടേക്കിൽ ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും നടന്നു. ടേക്ക് ഓക്കെ, എല്ലാം വന്നതിന് ശേഷം ഓക്കെ ടേക്കാണ് അറിയാൻ വേണ്ടി അരുൺ ഗോപി ഓടി വന്ന് ബാക്കിൽ ഫ്രണ്ടിലൊക്കെ വണ്ടിയുണ്ട് നമ്മുടെ, എല്ലാം വന്നിട്ട് ഹെഡ്സെറ്റ് വെച്ച് ഷോട്ട് കണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം കണ്ടു ഞാൻ നിർത്തി, വീണ്ടും വിട്ടു, വീണ്ടും കാണുന്നു, നിർത്തി. അപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്, ദിലീപേട്ടനൊക്കെ ഉണ്ട്, ഷാജോൻ ചേട്ടൻ എന്ത് വിഷയം, വീണ്ടും ഹെഡ്സെറ്റ് വെച്ചിട്ട് നിർത്തി. എന്ത് ഇത് ഡയലോഗ് കറക്റ്റ് പക്കിയാണ്, പക്ഷേ ഇതാരാ അനാവശ്യം പറയണത്, ചീത്ത വിളിക്കണാരാ. വീണ്ടും നോക്കിയപ്പോഴാണ് വേറൊന്നുമല്ല, അതായത് റൈറ്റിലേക്ക് പോകണോ ലെഫ്റ്റിലേക്ക് പോകണമല്ലോ എൻ്റെ പ്രജ്ഞ പോയിരിക്കണില്ല. അപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്ക് അബദ്ധവശാൽ പോകുമ്പോൾ ദിലീപേട്ടൻ ബാക്കിൽ രാമനുണ്ണി ക്യാരക്ടറായിട്ട് നിന്നിട്ട് ഇവിടെ ലെഫ്റ്റ് എടുക്കണോ റൈറ്റ് എടുക്കണോ ഇവിടെ പൊട്ടം കൊണാപ്പോ ലെഫ്റ്റ് റൈറ്റ്. രാമനുണ്ണി എന്നുള്ള ക്യാരക്ടർ പോയിട്ടുമില്ല. ഇപ്പം എൻ്റെ ചുണ്ട് അനങ്ങിക്കാണ്, ഈ ചുണ്ട് അനങ്ങിയിട്ടുമില്ല. കൃത്യമായിട്ട് ഫുള്ള് എനിക്ക് എല്ലാ കാര്യങ്ങളും ബാക്കിൽ നിന്ന് പറഞ്ഞു തരണം. റൈറ്റ് ലെഫ്റ്റ് അത്ര പോലെ ഇവിടെ പൊട്ടോ അത്ര പോലടോ, ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ട് ഹെഡ്സെറ്റ് ശരിക്കും കേൾക്കും, പക്ഷേ ഫേസിൽ ഒരു മാറ്റമില്ല. രാമനുണ്ണി അതേ ഗൗരവത്തിലിരിക്കുന്നു. ഷോട്ടോ ഒക്കെ ആവുന്നു, ടേക്ക് ആവുന്നു. ആ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും, ഒരു ഗംഭീര ഷോട്ടായി ഇങ്ങനെ. അത് ഷായി ചേട്ടനും ഗോപിയും ഒക്കെ അവരൊരു വലിയൊരു അത് എന്നെ വെച്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഇപ്പോഴും അത്ഭുതം തോന്നുന്നത്.
സോ ഡ്രീം ഡ്രൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് അറ്റ് ദ സെയിം ടൈം വെരി ഇൻഫോർമേറ്റീവ് അല്ലേ? വോട്ട് യു ഫീൽ? എല്ലാ തവണയും ഡ്രീം ഡ്രൈവ് നമ്മൾ ഓരോ പുതിയ വാഹനങ്ങളെ പരിചയപ്പെടുത്തുന്നു. പക്ഷേ ഇത്തവണ മെയിൻ്റനൻസ് എന്ന ഫാക്ടറിനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. സോ അതിൽ വളരെയധികം സന്തോഷം. ഇനി മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷവുമായി ഡ്രീം ഡ്രൈവ് വീണ്ടും എത്തും. അതുവരെ ദിസ് ഇസ് പിങ്കി കണ്ണൻ സൈനിങ് ഓഫ്. ബൈ.